അച്ഛാ ഇത് എന്ത് പണിയായി കാണിക്കണേ? ഞാൻ ചെയ്തോളാം. സാരമില്ല മോളെ. പിന്നെ നോക്കിയിരിക്കാനും പറഞ്ഞു തരാനും അമ്മയെ പോലെ എനിക്കാവില്ല മോളെ. അറിയാൻ വയ്യാത്തത് കൊണ്ടാ. മോള് തന്നെ എല്ലാം ശ്രദ്ധിക്കണം. അച്ഛാ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇന്ന് സ്കൂളിൽ പോയില്ലാട്ടോ. പിന്നെ വേണ്ടാത്തൊക്കെ ചിന്തിച്ച് ഭക്ഷണം കഴിക്കാതിരിക്കരുത്. ഉച്ചയ്ക്ക് ഞാൻ വിളിക്കും. പോയിട്ട് വാ. ഈ വീട്ടിൽ താമസക്കാരെത്തിയോ? നീ എന്താണ് ഇത്രയും താമസിച്ചത്? ഒന്നും പറയണ്ട ചേട്ടാ, പെട്ടെന്നൊരു പണിയൊത്ത് കിട്ടി. എന്ത് പണിയാണെങ്കിലും ഞാൻ പറഞ്ഞതിന്റെ ഗൗരവം നിനക്ക് മനസ്സിലായോ? എത്ര നേരമായി ഞാനിവിടെ കാത്തിരിക്കുന്നു. അത് പിന്നെ അറിയാനിട്ടല്ല വിജയേട്ടാ, നമ്മുടെ പാടത്തിന്റെ അടുക്കളില്ലേ, ആ അടച്ചിട്ട വീടില്ലേ, അവിടെ താമസക്കാരെത്തി. ഏത്? ആ അടഞ്ഞിടക്കണ വീടില്ലേ, ചേട്ടൻ പറയാം എന്തിനാ വിളിച്ചത്? അകത്തൊരു കവറിലാക്കി ഗംഗയുടെ സാരിയും വിത്തും വെച്ചിട്ടുണ്ട്. അതിനിവിടെ വെക്കണ്ട, ആർക്കെങ്കിലും കൊണ്ട് കൊടുത്തേക്ക്, അല്ലെ നീ എവിടെയെങ്കിലും കൊണ്ട് വെച്ചേക്ക്. ഇവിടെ ഇരുന്നാൽ ശരിയാകില്ല. ചെല്ല്, പൊക്കോ. സാറ് വന്നില്ലേ? ഞാൻ വരുന്നില്ല, നീ പോയി എടുത്തോ. ഞാൻ പോകും സാർ. മലിനി, നീ എന്നോട് ക്ഷമിച്ചേ പറ്റൂ. എന്നെ മനസ്സിലാക്കൂ. എന്റെ സാഹചര്യം നിനക്കറിയാവുന്നതല്ലേ. ഹലോ അച്ഛാ. മോളെ എന്തെടുക്കുവാ? ഊണ് കഴിച്ചോ? കഴിക്കാൻ തുടങ്ങുന്നു. എന്താ ഇത്ര താമസിച്ചേ? വേഗം കഴിക്ക്. മോള് കഴിച്ചോ? അച്ഛാ ഞാൻ വിളിക്കാട്ടോ. എടി എന്തുണ്ട്? വല്ലാത്ത കോയിൻസിഡൻസ് ആണല്ലോ. നിന്റെ വൈഫ് മരിച്ചറിഞ്ഞ് മണിക്കൂറും ഇങ്ങോട്ടെത്തിയതാണോ? പറയാൻ പറ്റില്ലേ. അത്രയ്ക്ക് പ്രതികാരം എന്നോട് ചെയ്യാനായിട്ട് ഒരിക്കൽ ഞാൻ അവിടെ സ്നേഹിച്ചെന്നുള്ള കുറ്റം മാത്രമല്ലേ ചെയ്തുള്ളൂ. ശരിയാണ്, ഞാൻ വെറുതെ കാട് കയറി. മോള് വരാറായി, ഞാൻ പോവുക. കുറെ നേരമായി വന്നിട്ട്. വീട്ടിൽ തന്നെ കുത്തിയിരുന്ന് ഓരോന്നോർത്ത് പെരുപ്പിക്കല്ലേ. എന്നെ വിളിച്ചോ? എന്തിനും ഏതിനും എപ്പോഴും ഞാനുണ്ടാവും. അച്ഛാ ടി വി കാണുന്നില്ലേ? തോന്നുന്നില്ല മോളെ. എനിക്കും. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ സീരിയൽ കാണുന്ന സമയമായത്. അമ്മ പോയേ പിന്നെ ഇവിടെ യാതൊരു അനക്കമില്ലല്ലേ അച്ഛാ. വഴക്ക് പറച്ചിലായിട്ടാണെങ്കിലും എന്തൊരു ബഹളമായിരുന്നു. മോള് കുറേ ദിവസം കൊണ്ട് ക്ലാസ്സിൽ പോയതല്ലേ, എന്തുണ്ട് വിശേഷം? എല്ലാരും അമ്മയുടെ കാര്യം ചോദിച്ചു. അച്ഛാ ആ അടഞ്ഞിടക്കണ വീട്ടിൽ താമസക്കാരെത്തി. ഞാൻ ആ ആന്റിന്ന് കണ്ടു. അമ്മ മരിച്ച വിവരം ഞാൻ പറഞ്ഞപ്പോഴാണ് ആന്റി അറിഞ്ഞത്. അച്ഛനമ്മനൊക്കെ പരിചയമുണ്ടെന്ന് ആന്റി പറഞ്ഞു. ഇവിടേക്ക് വരാന്ന് ആന്റി പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ആന്റിയുടെ ഹസ്ബൻഡും മരിച്ചെന്ന്. 2 മാസമായി. പോരാത്തതിന് അവർക്ക് കുട്ടികളും ഇല്ല. എന്തൊരു ഒറ്റപ്പെട്ട ജീവിതം അല്ലേ അച്ഛാ? നീ പോയി പഠിക്ക്. എനിക്കൊരു തലവേദന, ഒന്ന് കിടക്കട്ടെ.
ക്ലാസ് ഒക്കെ? നന്നായിരുന്നു. നന്നായിരുന്നു അല്ലേ? നന്നായിട്ട് പഠിച്ചോളൂ. അവൾ നിന്റെ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് നീ അങ്ങോട്ട് സംസാരിക്കണം. അതാണ് അതിന്റെ ശരി. കണ്ടാലേ സംസാരിച്ചാലേ വീണ്ടും എല്ലാത്തിനും ഒരു തുടക്കമായാലോ? ആ ഒരു ചെറിയ ഭയം എന്നെ അലട്ടുന്നുണ്ട്. മാലിക്കും താല്പര്യമെങ്കിൽ അങ്ങനെ ആലോചിക്കാവുന്നതാണ്. അതിലെന്താ തെറ്റ്? അവൾ കുട്ടിയല്ലേ. ഭാവിയിൽ അവൾ ജോലി കിട്ടി വിവാഹം കഴിച്ചു പോവും. നീ ഇപ്പോഴേ ഒറ്റപ്പെട്ടു. അപ്പോൾ അത് മുറണോ? നാട്ടുകാരെന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും? ഒരു പ്രസക്തി ഇല്ലാത്ത ചിന്തയാണ്. നാട്ടുകാർക്ക് ഇതല്ലേ പണി. ചിലപ്പോ പോസിറ്റീവായും നെഗറ്റീവായും എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നിരിക്കും. ഇതൊക്കെ ഒരു വിഷയമാക്കാൻ ആർക്കാണ് വിജയ നേരം? എന്റെ ഗംഗ, അവള് മരിച്ചെങ്കിൽ അവളുടെ ആത്മാവെടുക്കണം കൂടാ. ഇപ്പൊ നിന്റെ മോക്ക് ഒരു ഉമ്മയുടെ സാമീപ്യം അത്യാവശ്യമാണ്. അത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കൊള്ളാമോ ചായ? നന്നായി പഠിക്കണം. അതാവും അച്ഛന് ഇനി സന്തോഷം. ആന്റി എന്നാ വീട്ടിലേക്ക് വരുന്നേ? കുറച്ച് ജോലി കൂടി തീർക്കാനുണ്ട് മോളെ. പോകുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും വരാം. ആന്റി പോകൂ? പിന്നെ പോകാതെ? അവിടെ വീടൊക്കെ അടഞ്ഞു കിടക്കുമല്ലേ. എങ്കിൽ ഞാൻ ചെല്ലട്ടെ. അച്ഛൻ നോക്കിയിരുന്ന് വിഷമിക്കുന്നുണ്ടാവും. അച്ഛാ, ആന്റിയുടെ നിന്ന് ഞാൻ കുറെ നേരം സംസാരിച്ചു. എന്തിനു വെറുതെ ആവശ്യമില്ലാതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത്? ഏയ്, ഞാൻ ചെല്ലുന്ന ആന്റിക്ക് ഇഷ്ടാ. ഇവിടെ വേറെ ആരെയും കാണാറില്ലെന്ന് ആന്റി പറയാം. അച്ഛന് ഇഷ്ടമല്ലേ ഞാൻ ഇനി കാണുന്നില്ല. അതല്ല മോളെ, അവരുടെ അടുപ്പം. എന്തിനാ മറ്റുള്ളവരുടെ വിശേഷാദി നമ്മള് വേവലാതിപ്പെടുന്നത്? അതൊക്കെ ഷെയർ ചെയ്യുമ്പോ ആന്റിക്ക് ഒരു ആശ്വാസ. നമ്മളെ തന്നെ എത്ര പേര് അമ്മ മരിച്ചപ്പോ ആശ്വസിപ്പിച്ചത്. അതൊക്കെ വേണ്ടെന്ന് അച്ഛൻ തന്നെയല്ലേ പഠിപ്പിച്ചിട്ടുള്ളത്. മോൾക്ക് ആന്റിയെ നന്നായി ഇഷ്ടായം തോന്നുന്നു. അച്ഛൻ ആന്റിയോട് സംസാരിച്ചു നോക്ക്, അച്ഛനും ഇഷ്ടാവും. ഇല്ല നജീബേ, ഇനി എനിക്ക് വയ്യ. എനിക്ക് അവളെ കാണണം, സംസാരിക്കണം. നീ ചെന്ന് സംസാരിക്കേ. ഇതില്ലെങ്കിൽ സൗഹൃദമെങ്കിലും തുടരാമല്ലോ. ഇല്ല, ഇപ്പൊ ഞങ്ങൾ TV കാണാറില്ല ആന്റി. ഇല്ല ആന്റി, അച്ഛനും ഞാൻ ഒരുമിച്ചാ വെച്ചത്. അച്ഛൻ ഉറങ്ങി കാണും. ആന്റി ഉറങ്ങിയോന്നറിയാനാ ഞാൻ വിളിച്ചത്. ശരി ആന്റി, നാളെ കാണാം. ഗുഡ് നൈറ്റ്. നജീബേ, എന്റെ അവിടുത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയില്ലല്ലോ. തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. വാർദ്ധക്യത്തിൽ ഒരുമിച്ചവർ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് വേണ്ട. അതിന്റെ കാരണം എന്നോട് ചോദിക്കരുത്. അത് തികച്ചും പേഴ്സണലാണ്. ഓപ്പണായി മാലിന്യ അഭിപ്രായം പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷേ വിജയന്റെ അവസ്ഥ കണ്ടപ്പോൾ നിങ്ങളുടെ ബന്ധം അറിയാവുന്ന ഞാൻ വെറുതെ അങ്ങനെയൊന്ന് ചിന്തിച്ചു. പറഞ്ഞു ഒന്നും കാര്യത്തില്ല. ഞാൻ ഇറങ്ങുന്നു.
മാലിനി, എന്നോട് ക്ഷമിക്കണമെന്ന് പറയാൻ എനിക്ക് അവകാശമില്ല. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയാം. വേറെ നിവൃത്തിയില്ല. എനിക്ക് ഈ അവസരത്തിൽ ഗംഗയെ കൂടെ കൂട്ടിയത്. അച്ഛന്റെ വാക്ക് ധിക്കരിക്കാൻ എനിക്കാവില്ല. അതിനും എത്രയോ മുകളിലാണ് നമ്മുടെ പ്രണയം. അതും എനിക്കറിയാം. എന്നെ മറക്കണമെന്ന് ഞാൻ പറയില്ല. കാരണം ഇല്ലെങ്കിൽ ഞാൻ നിന്നോടും ഗംഗയോടും തെറ്റുകാരനാണ്. ഞാനും എല്ലാം മറക്കാൻ പഠിക്കുകയാണ്. എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല. സാഹചര്യം ഏറെക്കുറെ ഒന്ന്. യാദൃച്ഛികമായി ഒരു തിരിച്ചുവരവ്. ദൈവമായിട്ട് വീണ്ടും കൂട്ടിമുട്ടിക്കുന്നു എന്നൊരു തോന്നലുണ്ടായി. അത് ശരിയാ. അത്രേ ഉള്ളൂ. വിട്ടേക്കടാ. അച്ഛൻ എത്താറായി. അച്ഛൻ വന്നിട്ട് പോയാ മതി. താമസിച്ചാലോ മോളെ? പോയിട്ടെല്ലാം പാക്ക് ചെയ്യാനുള്ളതല്ലേ. ഞാനൊന്നും മോളെ കണ്ടില്ലല്ലോ. പറയാതെ പോകാനൊരു വിഷമം. അതാ കണ്ടിട്ട് പോവാന്ന് വെച്ച്. ആന്റി വന്നിട്ട് അച്ഛനെ ഒന്ന് കാണാണ്ട് പോയാ എന്നോടായിരിക്കും അച്ഛൻ ദേഷ്യപ്പെടുന്നത്. ദേ അച്ഛനെത്തി. ആരാ മോളെ? എത്ര നേരമായി അച്ഛാ ആന്റി അച്ഛൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇരിക്കിരിക്ക്. ആന്റിക്ക് കാപ്പി കൊടുത്തോ മോളെ? ഉവ കുടിച്ചു. ദിവസവും മോളൊന്ന് വിശേഷം പറയാറുണ്ട്. എന്നോട് എല്ലാം പറയാറുണ്ട്. ആന്റി അച്ഛന് കാപ്പി എടുത്തിട്ട് ഞാൻ ഇപ്പൊ വരാം. വിജയേട്ടാ, നാളെ ഞാനൊരു കൂട്ടം പറയട്ടെ. എന്താ? ഞാനൊക്കെ 2K കിട്ടാ. ഏറ്റവും പുതിയ ജനറേഷൻ. എന്തും മനസ്സിലാക്കാനും സ്വീകരിക്കാനും ഞങ്ങൾക്കാവും. സാഹചര്യം മനസ്സിലാക്കി പെരുമാറാനും സംസാരിക്കാനും ഞങ്ങളെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. മറ്റു പല കാര്യങ്ങളിലും ഞങ്ങൾ പോരുന്ന മുറവിളി ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ ഞങ്ങൾ മുന്നിൽ തന്നെയാണ്. അതുകൊണ്ട് രണ്ടുപേരോട് കൂടി ഒരു ചോദ്യം. അച്ഛൻ എനിക്കൊരു അമ്മയെ തരാൻ പറ്റുമോ? ആന്റി, എന്റെ അമ്മയാക്കാൻ ഞാൻ അച്ഛനോട് പറയട്ടെ?